അപ്പൊ എന്റെ കസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യും? കസ്റ്റംസ് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോകും. അതല്ല, എന്നെ ഇവിടെ കാണാൻ വരുന്ന കസ്റ്റംസ്. അത് കസ്റ്റമേഴ്സ്. എന്താണെങ്കിലും വന്നിരിക്കണ്ടേ? ഇരിക്കാനല്ലേ ഈ കസേര എടുത്ത് നമ്മൾ പുറത്തിടുന്നത്. ഇവിടെ വന്നിരിക്കണം. അപ്പൊ ഞാൻ അവരെ ഫ്യൂഷൻ ചെയ്യണം പുറത്ത് വെച്ച്. ചേച്ചി ഉദ്ദേശിച്ചത്. ഓ, എന്റെ ഉദ്ദേശം എന്താന്ന് ഞാൻ പറഞ്ഞോളാം. യു ആസ്ക് യുവർ മാപ്പിള, മൈ ആസ്ക് മൈ മാപ്പിള. യു ഡോണ്ട് കടുവര. ഓക്കെ, സ്റ്റുപ്പിഡ് ഫെലോ ഗേൾ. Shut your rotten tongue. What do you think of yourself? I know what to do. Don't try to teach me. Get lost from my shop. Moron. എന്തപ്പണ്ടായേ? എന്താ വാപ്പ വിളിച്ചത്? എനിക്കെന്നെ സംശയമുണ്ട്. ഞാനിപ്പോ ജംഗ്ഷനിൽ ഇറങ്ങുമ്പോ ആൾക്കാർ ഇന്നെ കണ്ട് ഭയങ്കര ചിരി. എന്താടാ കാരണം? ഇന്നലെ വാപ്പ തെങ്ങിന്റെ മോളിൽ കേറിയപ്പോ ഞാൻ താഴെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ട്. പടച്ചോനെ, അതെല്ലാവരും കണ്ടു കാണും. എന്നാലും ഇങ്ങക്ക് കിട്ടിയ ഒരു ലൈക്ക്. എന്താണ് എന്റെ മൊബൈലിൽ ഒരു ശബ്ദം കേൾക്കണത്? ഒന്ന് നോക്ക്. കൊള്ളാലോ. വാപ്പയ്ക്ക് ഉമ്മയും അപ്പുറത്തെ വീട്ടിലെ സുമതിയും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരിക്കണ്. ആണാ? സുമതി അക്സെപ്റ്റ് ചെയ്തിട്ട് എന്റെ ഉമ്മാനെ റിജക്ട് ചെയ്യും. അവൾ അറിയണ്ട. ഇതെന്താണ് വാപ്പ ഇത്? നിങ്ങൾ 35,000 രൂപയുടെ മൊബൈല് വാങ്ങിച്ചിരിക്കണോ? അതെ. ഈ കാശ് കൊണ്ടൊരു കറക്കട പശുവിനെ വാങ്ങിച്ചിരുന്നെങ്കിൽ എന്തോരം പ്രയോജനം ഉണ്ടായിരുന്നു ബാപ്പ. 35,000 രൂപ മുടക്കി ഞാനൊരു പശുവിനെ വാങ്ങിയാലേ ഈ പശുവിന്റെ ഏത് വഴിയാരാ ഞാൻ വാട്സപ്പിൽ കയറുന്നത്? പശുവിന്റെ ഏത് വഴിയാരാ ഞാൻ ഫേസ്ബുക്കിൽ കയറുന്നത്? അതും പോട്ടെ, ഈ പശുവിന്റെ എവിടെ കൂടെ ആരാ ഞാൻ ചാറ്റ് ചെയ്യേണ്ടത്? ഇതൊന്ന് പറഞ്ഞതാ. പിന്നെ എന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. രാത്രി 2 മണിക്ക് ശേഷമുള്ള എന്റെ ചാറ്റിംഗ് അത്ര നന്നല്ല. അത് വാപ്പ എങ്ങനെ അറിഞ്ഞു? അനക്കൊരു TK സിസിലിനെ അറിയോ? അറിയാം വാപ്പ. അത് എന്റെ ഫേക്ക് അക്കൗണ്ടാണ്. അതിലോട്ട് ഈ ഒരു പടയച്ചില്ലേ, അത് കണ്ടപ്പോഴാടാ ഈ ബാപ്പാക്ക് മനസ്സിലായത് നീ ഒരുപാടങ്ങ് വളർന്നു പോയി മൊയ്തീനെ. അപ്പൊ ഞാൻ കൊടുത്ത കിസ്സുകള് ഒന്നും ഇടയ്ക്കിടയ്ക്ക് തന്റെ ഫോൺ അടിക്കണ്ടല്ലോ. ആരാ തന്നെ ഈ വിളിക്കണേ? പണ്ട് ഇതുപോലെ വിളിച്ചുകൊണ്ടിരുന്നതാ നീ. നിന്റെ കോൾ എടുത്തു, അതെന്റെ തലയിലായി. ബാങ്കിൽ നിന്ന് ലോൺ വേണോന്ന് ചോദിച്ചു വിളിച്ചു, അതും എടുത്തു, അതും ഇപ്പൊ എന്റെ തലയിലായി. എന്നാ ഇതും ആ തലയിൽ തന്നെ വെച്ചോ. തല മാറ്റാൻ നിക്കണ്ട. കോടീശ്വരനാവണമെന്ന് ആഗ്രഹിച്ചതാ. ഈശ്വരനായില്ലേലും നല്ലോണം കോടിയിട്ടുണ്ട്. എടി, ഈ ജീവിതം എന്ന് പറഞ്ഞാ തട്ടി മുട്ടിയാ. ഇന്നെന്റെ ആധാറിലെ പേര് മാറ്റി മോഹനവല്ലി നാക്കണം. അതെന്തിനാ? അതാണല്ലോ തട്ടിയും മുട്ടിയും. എടി, ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു യാത്രയാണ്. ആ യാത്രയിൽ ടിക്കറ്റ് എടുക്കാതെ കള്ളവണ്ടി കയറുന്നുള്ളതാണ് തോൻ. ഒരാളാണ്. എടുത്താലും കുഴപ്പമാവും, എടുത്തില്ലെങ്കിലും കുഴപ്പമാവും, കലിപ്പാവും. ഞാൻ പറഞ്ഞു കാർത്തിക്കിന്റെ അടുത്ത് പോവരുതെന്ന്. ഞാൻ എന്ത് വീട്ടിൽ ഇങ്ങനെ നിൽക്കല്ലേ? നീ എന്തിനാ ഇങ്ങനെ പോയത്? കാത്തല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? എത്ര വട്ടം ഞാൻ പറഞ്ഞു നീ പോവരുത്. അമ്മച്ചിയുടെ പൂമുത്ത ആരാ? അമ്മച്ചിയുടെ ചിങ്കിണിമുത്ത ആരാ? പാപ്പം കച്ചോ? ഉമ്മ? എനിക്കുണ്ട് ഗുസ്തി. ഗുസ്തിയാ? അല്ല, നീ ഇപ്പൊ വിളിച്ചാര്? ബെസ്റ്റി. ഞാൻ പറഞ്ഞതുപോലെ പറ. അമ്മച്ചിയുടെ ചിങ്കിണി മുത്തെന്ന് പറ. വേദിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, മറ്റ് വിശിഷ്ടാവശിഷ്ടങ്ങൾ. ഞാനിവിടെ വന്നപ്പോഴ് എന്നെ വളരെയധികം പുകഴ്ത്തി പലവരും ഇവിടെ സംസാരിച്ചു. സത്യത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ വനിതകളുടെ മാത്രം മെമ്പർ അല്ല, ഞാൻ പുരുഷന്മാരുടെ കൂടി മെമ്പറാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരു പരാതി ബോധിപ്പിക്കുവാനുണ്ട്. കാരണം നമ്മൾ ദിവസവും രാവിലെ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുപ്രഭാതം പരിപാടി പല സ്ത്രീകളുടെയും തിരക്ക് കാരണം അത് പലർക്കും കാലത്ത് കാണാൻ സാധിക്കാറില്ല. ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടുകൊണ്ട് ആ സുപ്രഭാതം പരിപാടി വൈകിട്ട്